യുദ്ധത്തിൽ യാതൊരുവിധ മനുഷ്യത്വവുമില്ലാത്ത അങ്ങേയറ്റം ക്രൂരമായ പ്രവൃത്തിയാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയ്ക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിട്ട രീതിയൊക്കെ. റഫേലിലെ ഒരു സഹായ വിതരണ കേന്ദ്രത്തിന് സമീപത്ത് 31 പേരെയാണ് ഇസ്രയേൽ സൈന്യം വെടിവെച്ചിട്ടത്. അതും ഭക്ഷണത്തിനായി കാത്തുനിന്ന ജനക്കൂട്ടത്തിന് നേരെയായിരുന്നു ഈ ആക്രമണം എന്നതും ശ്രദ്ധിക്കേണ്ട വസ്തുത തന്നെയാണ്. ഇതൊന്നും പോരാഞ്ഞ് ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിലെ രോഗികൾക്ക് നേരെ ഡ്രോണുകൾ, ടാങ്കുകൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ച് സൈന്യം തലങ്ങും വിലങ്ങും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നുമെല്ലാം ഗസയെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇസ്രയേലിന് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇങ്ങനെ എല്ലാം കൊണ്ടും കേമൻ എന്ന് സ്വയം കരുതിയിരിക്കുന്ന ഇസ്രയേലിന് ഇറാന്റെ ഭാഗത്തു നിന്നും വലിയൊരു പണി കിട്ടാൻ പോകുന്നു എന്നതാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഇസ്രയേലിന് ഖേദിക്കേണ്ടി വരുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രിയുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇറാനിയൻ മന്ത്രി അബ്ബാസ് അരാഗച്ചിയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അത്തരമൊരു തെറ്റ് ഇസ്രയേൽ ചെയ്താൽ അതിനുള്ള ഫലം ഇസ്രയേൽ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗസയിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇസ്രായേൽ നിരവധി തവണ ഭീഷണി മുഴക്കിയിരുന്നു. പക്ഷേ പാശ്ചാത്യ ലോകം ഇതുവരെയും ഈ ഭീഷണികളെ അവഗണിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ സമാധാനപരമായി ആണവ പദ്ധതി നടപ്പിലാക്കുന്ന ഇറാനെ അവർ നിരന്തരമായി സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായി തുടരുന്നുവെന്നും ബന്ധപ്പെട്ട ഏതൊരു കക്ഷിക്കും ഉറപ്പു നൽകാൻ ടെഹ്റാൻ തയ്യാറാണെന്നും ഉന്നത നയതന്ത്രജ്ഞർ ആവർത്തിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ലെന്നും ഞങ്ങളുടെ ആണവ പദ്ധതിയും എല്ലാ പ്രവർത്തനങ്ങളും സമാധാനപരമാണെന്നും യുറേനിയം സമ്പുഷ്ടീകരണം ഇറാനിയൻ ജനതയുടെ വലിയ ത്യാഗത്തിലൂടെ ഞങ്ങളുടെ ശാസ്ത്രജ്ഞർ നേടിയെടുത്ത ഒരു പ്രധാന ശാസ്ത്ര നേട്ടമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഞങ്ങൾ ആണവായുധങ്ങൾ തേടുകയോ അവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. അതേസമയം ഈ മേഖലയിലെ ഞങ്ങളുടെ സ്വാഭാവിക അവകാശങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കുകയുമില്ല. അതിനാൽ സമാധാനപരമായ ഒരു ആണവ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ സാധിക്കില്ല, അരാഗച്ചി കൂട്ടിച്ചേർക്കുന്നു. ഇറാന്റെ 60% വരെ പരിശുദ്ധിയുള്ള യുറേനിയത്തിന്റെ ശേഖരം ഏകദേശം 50% വർദ്ധിച്ച് 408.6 കിലോഗ്രാം വരെ ആയി ഉയർന്നതായി IAEA സമീപകാല റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കൂടുതൽ സമ്പുഷ്ടമാക്കിയാൽ 9 ആണവായുധങ്ങൾക്ക് ഇത് മതിയാകുമെന്ന് UN ആണവ നിരീക്ഷണം സംഘം പറയുന്നുണ്ട്. ആണവ പദ്ധതിയിൽ ഒരു കരാറിലെത്തുന്നതിനായി ഇറാൻ അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് IAEA കണ്ടെത്തലുകൾ പുറത്തു വന്നത്. അതേസമയം ഇസ്രയേൽ ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കുന്നതിന് ഇറാൻ സുസജ്ജമാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ ലോഞ്ചറുകളും ഇറാൻ സ്ഥാപിച്ചുവെന്നും വാർത്തകളുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇസ്രയേൽ ഭീഷണി മുഴക്കിയിരുന്ന ഈ സാഹചര്യത്തിൽ ഇറാൻ ഇപ്പോൾ മുഴക്കുന്ന ഈ ഭീഷണി ഇസ്രയേൽ എങ്ങനെ സ്വീകരിക്കുമെന്നതാണ് ലോകരാജ്യങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാന ആശങ്ക.